നമ്മുടെ ബഹുമുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുത ഏതാണ്ട് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതെന്തോ കാര്യം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഒന്നാമത് ഈ ഇലക്ഷൻ്റെയൊക്കെ ബുദ്ധിമുട്ടും അതിൻ്റെ ടെൻഷനും ഒക്കെ കൊണ്ടായിരിക്കും. അത് മാത്രമല്ല, അല്ലെങ്കിൽ വളരെ അഹങ്കാരവുമായിരിക്കും. അധികാരം കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ അഹങ്കാരം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്നും വളരെ നല്ല പദങ്ങൾ ഇങ്ങനെ അനർഗളം നിർഗളം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടൊരു ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ടജീവി എന്നാണ്. നികൃഷ്ടജീവി അത് കൊള്ളാം, നല്ല നല്ല സംബോധനയാണ്. പിന്നെ ഉള്ളത് ചെറ്റ, പരമചെറ്റ, നാറി, പരനാറി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആരെയൊക്കെയാണ് വിളിച്ചതെന്നൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ അടുത്തുള്ളതൊക്കെ ഇന്ന് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കോന്നിയിൽ ഒരു ഇലക്ഷൻ സമ്മേളനം, അത് ഗണേഷ് കുമാറിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ പോയത്. ഇത് ഈ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ളത് കൊണ്ടുപോകുന്നവർക്ക് അവർ വിവരം അറിയും എന്നുള്ളത് പാവം ഗണേഷ് കുമാറിന് അറിഞ്ഞുകൂടായിരുന്നായിരിക്കും. അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ സദസ്സിൽ ഉണ്ടായിരുന്ന, അയാളൊരു പഴയ ഒരു കാക്കി കളർ, ഏതാണ്ട് കാക്കിക്ക് അടുത്ത് വരുന്ന ഒരു കളറുള്ള ഉടുപ്പ്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയോ അല്ലെന്നുണ്ടെങ്കിൽ ചുമട്ട് തൊഴിലാളിയോ അതുപോലെ എന്തായാലും വലിയ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളൊന്നും അല്ല. അയാൾ ഒരു ചോദ്യം എന്നൊന്ന് ചോദിച്ചു. ന്യായമായിട്ട് അയാളുടെ മുഖ്യമന്ത്രിയും കൂടെ ആണല്ലോ, ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം. ഒരു ചോദ്യം എന്ന് ചോദിച്ചു. അതങ്ങ് വീട്ടിൽ പോയി ചോദിക്കുക, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊരൊറ്റ അവസാനം മുഖം അടയ്ക്കുന്നല്ലേ. ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയല്ലേ. അയാൾ ആരായി എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതേപോലുള്ള വർത്തമാനമാണോ നമ്മുടെ മുഖ്യമന്ത്രി പറയേണ്ടത്? മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ? പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് അവകാശമില്ലേ? ഇതൊരു പാവപ്പെട്ടവനല്ല ഈ ചോദ്യം ചോദിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ രീതിയിലുള്ളൊരു മറുപടി പറയത്തില്ല. അപ്പോൾ ആ മനുഷ്യൻ്റെ അടുത്ത് അയാളെ കണ്ടുപിടിച്ചു പത്രക്കാർ പോയി, മാധ്യമങ്ങൾ എങ്ങനെയായാലും ഇയാളെ തേടിപ്പിടിച്ച് എടുത്തപ്പോൾ എന്താണെന്നറിയോ, അയാൾ ഒരു വലിയ അടിയുറച്ച മാർക്സിസ്റ്റുകാരനാണ്, CPM-കാരനാണ്. കൊള്ളാം, അത് കിട്ടേണ്ടതാണ് അയാൾക്ക്. കാരണം ഇതിൻ്റെ കൂടെ നടന്നിട്ട് അവസാനം കിട്ടുന്നതാണിത്. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്നറിയോ, ശരിയാണ്, മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നായി. ഈ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തതും ഈ രീതിയിൽ സമാധാനിക്കുന്നതും നമുക്ക് കണ്ടാലേ തോന്നുന്ന കാര്യം എന്താണെന്നറിയോ. അപ്പോൾ പത്രക്കാർ, മാധ്യമങ്ങൾ പിന്നെ അത് വെളിപ്പെടുത്തി. മാധ്യമങ്ങൾ ഇയാളെ കണ്ടുപിടിച്ചെന്നറിഞ്ഞ് എപ്പോഴത്തേക്ക് പാർട്ടിക്കാർ നേരെ അവിടെ ചെന്ന് ഇയാൾക്കൊരു ബ്രീഫിംഗ് ഒക്കെ കൊടുത്തു. ആ ബ്രീഫിങ്ങിൻ്റെ ഫലമായിട്ടാണ് അയാൾക്ക് ഇതങ്ങ് മാറിയിട്ട് മുഖ്യമന്ത്രി അയാൾ ശല്യപ്പെടുത്തും, അതിന് അയാൾ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ ഇയാൾ പറയാൻ കാര്യം. മുഖ്യമന്ത്രി ഒന്ന് ശല്യപ്പെടുത്തി നല്ലൊരു ചോദ്യം എന്ന് അയാൾ ചോദിച്ചു. അയാളത് ചോദിക്കാൻ പോയ കാര്യം എന്താണെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളൊന്നും കിട്ടുന്നില്ല, പിന്നെ ഇതെങ്ങനെ നടത്തിയെടുക്കുമെന്നോ എന്തോ മറ്റോ ആണ് അയാൾ ചോദിക്കാനിരുന്നതെന്ന് അയാൾ ഇപ്പോൾ പറയുന്നു. അതിനി ഏത് ചോദ്യമാവട്ടെ, അയാളൊരു പൗരനല്ലേ, അയാളൊരു പാവപ്പെട്ടവനായതുകൊണ്ടും അയാളെ ഒരു വലിയ സാമ്പത്തിക ശേഷിയില്ല, അയാൾക്ക് സമൂഹത്തിൽ വലിയൊരു നേതാവൊന്നുമല്ല. അതായത് ഈ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമല്ല ഇവർ കാണുള്ളൂ, സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആൾ. ഇപ്പോൾ ഈ നവകേരള സദസ്സെന്നൊക്കെ പറഞ്ഞ ആ മാമാങ്കത്തിനൊക്കെ സമൂഹത്തിലെ പ്രധാനികളെ അവരെയാണ് കണ്ടുകൊണ്ടിരുന്നത്, അല്ല വേറെ ആരെയും കാണത്തില്ല. അപ്പോൾ ആ പ്രധാനികളുടെ കൂട്ടത്തിൽ ഈ പാവം വരുത്തില്ല, അയാളെ കണ്ടാൽ അറിയാം. അല്ല, എനിക്കതിനകത്ത് സങ്കടം തോന്നി എന്താണെന്നറിയോ, അതിനകത്ത് വിഷമം. ആ മനുഷ്യൻ, അയാൾ ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു കരുതലെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടേ? അയാൾ ഒരു പൗരനാണ് ഈ നാട്ടിലെ, രാജ്യത്തെ. അയാളൊരു ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റപ്പോൾ അയാളെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, അതങ്ങ് വീട്ടിൽ പോയി ചോദിക്കുന്നു. ഇത് പറയാനാണോ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് ചോദിക്കുന്നത്? പണ്ട് ആളുകളുടെ അടുത്ത് കടക്ക് പുറത്തുനിന്ന് പറയുമായിരുന്നല്ലോ മാധ്യമപ്രവർത്തകരുടെ അടുത്തെല്ലാം. ഇപ്പം ആ സാഹചര്യം ഇങ്ങോട്ട് മാറി, അകത്തോട്ട് കടന്നു വരുമെന്നായി, ഇപ്പോൾ മാറി.
കാരണം ഇലക്ഷൻ എടുത്തല്ലോ, വന്നു, ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്വഭാവം മാറി. പണ്ട് ചിരിക്കത്തില്ല, കാരണം ചിരിക്കാൻ പാടില്ല, മുഖ്യമന്ത്രി ചിരിക്കാൻ പാടില്ല, ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ, ചിരിക്കത്തില്ല, വളരെ ക്രുദ്ധനായിട്ട് നോക്കും. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ എഴുന്നേറ്റ് അങ്ങ് പോവും. അദ്ദേഹത്തിന് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഒപ്പിച്ചോണ്ട് വരും. അത് മൊത്തം ഇരുന്ന് നമ്മളെ റേഡിയോ ആക്കി ഇവരെ എല്ലാം റേഡിയോ ആക്കി ഇതങ്ങ് കേൾപ്പിക്കും. ഈ മാധ്യമങ്ങൾ ഈ തെറിയെല്ലാം പറഞ്ഞാലും നാണമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോവും. അവിടെ ചെന്നിരുന്ന് ഇത് മുഴുവൻ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ ഇറങ്ങുമ്പം അതൊക്കെ പിന്നെ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അങ്ങ് പോവും. ഇപ്പം ആ സ്വഭാവം മാറ്റിയിട്ട് ഇപ്പം ചിരിക്കുന്നുണ്ട്. വളരെ വലിയ അതിശയമാണ് കേട്ടോ, ചിരിക്കുന്നു. ഇപ്പം നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട്. ഏതായാലും അങ്ങ് ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് അപ്പം ഈ ചോദ്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പം അത് നമ്മൾ പൊതുപ്രവർത്തകരെയൊക്കെ എപ്പോഴും പറയുന്നതല്ലേന്ന്. ഈ വർത്തമാനമാണോ ഇദ്ദേഹം പുറത്ത് പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചോദിക്കുക, അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറയുന്ന ഇതാണോ കൊടുക്കേണ്ട മറുപടി? ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? അത് നമ്മളെ ഇങ്ങനെ ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ ഒരു സമ്മേളന വേദിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. അതൊന്നും അറിയാവുന്ന ഒരു മനുഷ്യനല്ല ചോദിച്ചത്. അയാൾ ഇത് നിങ്ങൾ ഇത്രയും വലിയ ആളാണെന്നും നിങ്ങളോടുള്ള ആരാധന മൂത്ത അവിടെ വന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. ഏതായാലും ആരാധന മൂത്ത് ഇയാളങ്ങ് ചോദിച്ചു പോയതാ. അയാൾ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചപ്പോൾ എന്താ വീട്ടിൽ പോയി ചോദിക്കുന്നു. ഇത് ചോദിക്കാനാണെങ്കിൽ അവിടോട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ ചോദിച്ചാൽ പോരായിരുന്നു. ഈ മര്യാദകേടുണ്ടല്ലോ, ഇതേപോലുള്ള അഹങ്കാരം, അത് പാടില്ല. ഇത്രയും അഹങ്കാരം പാടില്ല. നിങ്ങൾ വലിയ ആളായിരിക്കും, അത് നിങ്ങളുടെ കൈ വെച്ചാലേ. നിങ്ങൾ പണ്ട് ആരായിരുന്നു എന്താണെന്ന് നിങ്ങൾ വിളിച്ചു പറയുമല്ലോ. ഞാൻ ചെറ്റക്കുടിൽ ജനിച്ചതാണ്, എന്നിട്ടാണ് സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചത്. അപ്പോൾ പറയുന്നത് അങ്ങനല്ല, ചെറ്റത്തരമാണ് കാണിച്ചതെന്നാണ് പറഞ്ഞേ. ഇതിൻ്റെ വ്യത്യാസം എന്തുവാ? ഒരാളെ ചെറ്റത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ അയാൾ എന്തോ ചെറ്റത്തരം കാണിച്ചെന്നാണ് പറയുന്നത്. അത് പറഞ്ഞാൽ അത് ചെറ്റയെന്ന് ഞാൻ വിളിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയക്കാർ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്ന അല്ലാതെ വേറെ ആരും കേട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ കൊള്ളാവുന്ന ഒരു പദമാണോ ഇതൊക്കെ? അല്ല. പക്ഷേ നിങ്ങളിതങ്ങ് പഠിച്ചതേ പാടൂ. അതാണ് പ്രശ്നം. നിങ്ങൾ ഇതുപോലെ വൃത്തികേടായിട്ട് സംസാരിച്ച് പഠിച്ചുപോയി. അതായത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാളോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളിതിനെ ന്യായീകരിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ വൃത്തികേട്. നിങ്ങൾക്ക് നാണമില്ലേ ഇതുപോലെ ഇത് ന്യായീകരിക്കാൻ? ഈ ന്യായീകരിക്കാൻ പോകുന്നതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളിത് പഠിപ്പിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല, മര്യാദ. പക്ഷേ നിങ്ങൾ പറയേണ്ട വാചകങ്ങൾ എൻ്റെയും കൂടെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആക്ഷേപം തോന്നുന്നു, ഒരു ഉളുപ്പ് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരാൾ ഭരിക്കുന്നതിൻ്റെ കീഴിലിരിക്കാൻ. ജനം നിങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരും ഈ രീതിയിലാണെങ്കിൽ. അതാ ജനങ്ങൾ ചെയ്യേണ്ടത്. ഒരു പാവം പിടിച്ച ഒരുത്തന്നെ ഒരു ചോദ്യം ചോദിച്ചു, തീർന്നു. അവിടെ ചോദിക്കാൻ പാടില്ല. സമൂഹത്തിലെ പ്രധാന വ്യക്തികൾ അവരെ മാത്രമേ കാണുള്ളല്ലോ. ആ പ്രധാന വ്യക്തി അല്ലായിരുന്നു ഈ പാവം പിടിച്ചവൻ. അതാണ് അയാളുടെ പ്രശ്നം. അയാൾ പിന്നെ ഇപ്പം കളം മാറ്റി അയാൾക്ക് എന്തുമാത്രം അയാളുടെ അന്തസ്സിന് കോട്ടം തട്ടിയിട്ടുണ്ടെന്ന് നോക്കൂ. ഓരോ മനുഷ്യനും അവരുടേതായ അന്തസ്സുണ്ട്. അയാൾ പാവമായിരിക്കും, അയാൾക്ക് വലിയ സാമ്പത്തിക ശേഷി കാണത്തില്ല, ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളായിരിക്കും. പക്ഷേ അയാൾക്ക് അയാളുടേതായ അന്തസ്സും അഭിമാനവും ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുണ്ടല്ലോ, അത് കനിഞ്ഞനുഗ്രഹിച്ചേക്കുന്നതാണ് ആർട്ടിക്കിൾ 21. അത് മനസ്സിലാക്കണം നമ്മുടെ ബഹുമുഖ്യമന്ത്രി. ഇതുപോലെ ആരടുത്തും വിളിച്ച് പറയരുത്. പറഞ്ഞിട്ട് നിങ്ങൾ അയാളോട് മാപ്പ് പറയുന്നതിന് പകരം നിങ്ങൾ പറയുന്നത് എന്താ? ഇത് സമ്മേളനത്തിൽ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? സമ്മേളനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ചോദിക്കാൻ ആണോ? സമ്മേളനമാണ്, നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരുന്നോണം ഒന്ന് ചോദിക്കാൻ. എത്രയോ പേരെടുത്ത ആളുകൾ ചോദ്യം ചോദിക്കാറുണ്ട്, അവരൊക്കെ അതിന് മറുപടിയും പറയാറില്ലേ? നിങ്ങളൊന്ന് കേട്ടിട്ടൊന്ന് ചിരിച്ചിട്ടാ എന്താ ചോദ്യം, ഇതേ സമയമില്ല കേട്ടോ, ചോദിക്കരുത്, ഞാൻ സംസാരിക്കാൻ വന്നതാ, അത് നമുക്ക് പിന്നൊരാൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അതുമല്ല, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പോവുകയാണ്. അതുപോലെ ശ്രീ ജി സുധാകരനെ ഇപ്പം ചെറ്റയെന്ന് വിളിച്ചത് അതിനെ ന്യായീകരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെല്ലാം എപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങളാണെന്ന്. ചെറ്റത്തരം നിങ്ങൾ ഉപയോഗിക്കുന്ന പദമായിരിക്കും, ഞങ്ങളാരും ഉപയോഗിക്കുന്ന പദമല്ല. അതൊക്കെ മനുഷ്യരോട് ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്, തെറ്റാണ്. നിങ്ങൾ തിരുത്തണം. ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ
ജനം നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. ആ ഒരു ധാരണ വേണം. അതാണ് വേണ്ടത്.